1987 പലതവണ ഇവിടെ വിശുദ്ധ കുർബാന ബഹുമാനപ്പെട്ട ഓർക്കിഡ് ഗോപാലന്റെ അനുവാദത്തോടുകൂടി നിർവഹിക്കുവാനായിട്ട് സാധിച്ചു. എന്നാൽ ഈ വർഷങ്ങളിലൊക്കെ വലിയൊരു അനുഭവം ലഭിക്കുവാനുള്ള കോണം ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന മനസ്സിലൂടെ പലപ്പോഴും പറഞ്ഞു. എന്നാൽ അതിനൊരു അവസരം ഒത്തുവന്നില്ല. അവിചാരിതമെങ്കിലും ഒരിക്കലായി ഈ ക്രോണോസിൽ വിശുദ്ധമായിട്ട് ബലിയർപ്പിക്കുവാനുള്ള കോണം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട ഓർക്കിഡ് ഗോപാലനോട് ഇടവകയിലെ ചുമതലപ്പെട്ടവരോടുമുള്ള നന്ദി ആദ്യമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. വിശുദ്ധ സഭ മുഴുവനായും ഇന്ന് വേദർത്ത ആഘോഷത്തിലൂടെ നാളെ വിശുദ്ധ വലിയ നോയമ്പിലേക്ക് കടക്കുക. ലോകമെമ്പാടുമുള്ള മലങ്കരയുടെ മക്കൾ വിശുദ്ധ നോമ്പിനെ ആചരിക്കുന്നത് ആചരണമായിട്ടല്ല, മറിച്ച് അനുഷ്ഠാനമായിട്ടാണ് അതിനെ കണ്ടുവരുന്നത്. കഴിഞ്ഞ പല കാലങ്ങളിലും നമുക്കറിയാം, ഏതാണ്ട് 10-30 വർഷങ്ങൾക്ക് മുൻപ് വരെ വിശുദ്ധ സഭയിൽ ശാന്തമായ പ്രാർത്ഥനകളിലൂടെ സഭയെ താങ്ങി നിർത്തിയിരുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്, നമ്മുടെ അമ്മമാർ. അവരുടെ കണ്ണുനീരും നോയമ്പും പ്രാർത്ഥനയും ഒക്കെ സഭയുടെ വിശുദ്ധിയിൽ നിന്ന് അതിനെ വിശുദ്ധിയിലേക്ക് സ്ഫുടം ചെയ്തുകൊണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ തന്നെ ചെറുപ്രായത്തിൽ നമ്മുടെ വീടുകളിലൊക്കെ വിശുദ്ധ വലിയ നോമ്പ് വരുന്നതിന് മുൻപായി പേതൃത വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നൊരു പതിവുണ്ടായി. പേതൃത എന്ന് പറയുന്നത് ഇന്ന് വരെയുള്ള എല്ലാ ഭക്ഷണങ്ങളും അതിൻ്റെ എല്ലാവിധമായിട്ടുള്ള ആസ്വാദകത്തോടുകൂടി അനുഭവിക്കുകയും നാളെ മുതൽ ഇതൊക്കെ വർദ്ധിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ദൈവത്തെ കേൾക്കുവാനും പഠിക്കുവാനും ആരാധിക്കുവാനും ഒരു സമയം തിരഞ്ഞെടുക്കുന്ന മനുഷ്യൻ. എന്നാൽ ആ കാലഘട്ടമൊക്കെയും ഇന്ന് കടന്നുപോയി. ഇന്ന് ലാഭപ്പെട്ടതായിട്ടുള്ള അനുഭവങ്ങളിലൂടെ നോമ്പിലേക്ക് നാം പ്രവേശിക്കുക. അതിനനുസരിച്ചുള്ളതായിട്ടുള്ള വ്യതിയാനങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കും. അറിഞ്ഞോ അറിയാതെയോ ഈ നോമ്പുകളും പാരമ്പര്യങ്ങളും ഒക്കെ നമ്മുടെ സഭയിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒക്കെയും വിട്ടുപോകുമ്പോൾ നാം അകപ്പെട്ടു പോകുന്നതായിട്ടുള്ള കെണികൾ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ പോകുന്നൊരു അനുഭവം. ഇന്ന് നാം ഇവിടെ വായിച്ചു കേട്ടതായിട്ടുള്ള വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്ന് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കർത്താവിന്റെ ആദ്യത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാനാവിലെ കല്യാണത്തില് കർത്താവ് കടന്നു ചെല്ലുന്നതും വെള്ളത്തെ നേരത്തെ വീഞ്ഞായിട്ട് രൂപാന്തരപ്പെടുത്തുന്നു. നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, 6 കൽഭരണികളിലാണ് കർത്താവ് അവിടെ വീഞ്ഞ് നിറയ്ക്കുന്നത്. ഒരു കൽഭരണിയിൽ അന്നത്തെ കണക്കിന് 6 പറ അല്ലെങ്കിൽ ഏതാണ്ട് 3.5 ഗ്യാലനോളം അതിനകത്ത് കൊണ്ടു. 6 പറ അതനുസരിച്ച് കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് 3000-ഓളം ആളുകൾക്ക് രണ്ടാമതും മൂന്നാമതും കുടിക്കുവാനുള്ള ഒരു അവസരമാണ് അവിടെ ലഭിക്കുന്നത്. അന്നുണ്ടായിരുന്ന കല്യാണങ്ങളിലൊക്കെ നമുക്കറിയാം, ദേശവാസികളായ ആളുകളൊക്കെ ഉത്സവമായിട്ട് പങ്കെടുക്കുന്ന ഒരു അനുഭവം. കല്യാണം എന്ന് പറയുന്നത് ആ ഒരു വില്ലേജിന്റെ ഒരു വലിയ ഉത്സവ കാലഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. വലിയ ഒരു ജനത മുഴുവനും അവിടെ ഈ കല്യാണ വിരുന്നില് വന്നിരുന്നു. വിശുദ്ധ മാതാവിനെ അവിടെ ക്ഷണിച്ചിട്ടുണ്ട്. കർത്താവിന്റെ ശിഷ്യന്മാരോടൊപ്പം കർത്താവും കൂടെ വന്നിട്ടുണ്ട്. ആ അവസരത്തിലാണ് ഈ അത്ഭുതം. നമ്മുടെ കർത്താവ് അവിടെ മനുഷ്യൻ ആഗ്രഹിക്കാത്ത ഒരു സമയത്ത് ദൈവത്തിന്റെ വെളിപ്പാട് അവിടെ മനുഷ്യൻ ദർശിക്കുന്നു. ഇവിടെ നാം ചിന്തിക്കേണ്ടതായിട്ടൊരു കാര്യം, എന്തുകൊണ്ടാണ് ഈ കല്യാണത്തിന്റെ ഈ വലിയ വിരുന്ന്, എന്തുകൊണ്ടാണ് പിതാക്കന്മാരെ ഈ ദിവസം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്? ഭക്ഷണം അതുപോലെയുള്ളതായിട്ട് എല്ലാ കാര്യങ്ങളും ശൂന്യതയിൽ നിന്നോ ലഭിച്ചിരിക്കുന്ന വസ്തുക്കളിൽ നിന്നോ നമ്മുടെ കർത്താവിനെ അതിനെ വർദ്ധിപ്പിക്കുവാനും നമ്മെ പരിപോഷിപ്പിക്കുവാനും തക്കവണ്ണം കഴിവുള്ളവനായിട്ടുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ അമർന്നിരിക്കുവാനും തക്കവണ്ണം ദൈവത്തിന്റെ ആ വലിയ സ്നേഹം നമ്മെ വിളിച്ചടുപ്പിക്കുന്നതാണ് ഇന്ന് വിശുദ്ധ പിതാക്കന്മാര് ഈ വേദഭാഗം തിരഞ്ഞെടുക്കുവാനുള്ള കാരണം. അതുകൊണ്ട് തന്നെയാണ് പേതൃതായുടെ ഈ ദിവസം ഇന്ന് ഉത്സവകാലമായി മലങ്കരയുടെ മക്കൾ ആഘോഷിക്കുന്ന ഈ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഭക്ഷണ സമൃദ്ധിയിലാണ് ഇന്ന് ഈ ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നത്. ഇന്ന് ഈ ഒരു ദിവസം മുഴുവനും ഭക്ഷണം കഴിക്കുന്നതിൽ വ്യാപൃതരായിരുന്ന ഒരു പഴയകാല നസ്രാണികളുടെ പാരമ്പര്യം തന്നെയുണ്ട്. ഇഷ്ടവിഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കി അത് ആവോളം ഭോജിക്കുന്നതായിട്ടുള്ള അനുഭവമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നസ്രാണികൾ പാരമ്പര്യമായി കാത്തു സൂക്ഷിച്ചു വന്നത്.
നമ്മുടെ കർത്താവ് നൽകുന്നതായിട്ടുള്ള അനുഭവം ഇതാണ്. അവിടെ കുറവ് സംഭവിക്കുന്നതായിട്ടുള്ള സമയത്ത് ദൈവത്തിന്റെ ഇടപെടൽ മൂലം അവിടെ വീണ്ടും സമൃദ്ധിയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ഒരു അനുഭവം. ആ സമൃദ്ധിയുടെ നടുവിൽ നിന്നാണ് തനിക്ക് ലഭിച്ചിട്ടുള്ള സർവ്വതും ദൈവത്തിന് വേണ്ടി ദൈവത്തോട് ചേർന്നിരിക്കുവാനൊക്കെ വേണം എനിക്ക് ഉപേക്ഷിക്കുവാൻ കഴിയുമെന്ന് ഒരു യഥാർത്ഥത്തിലുള്ള വിശ്വാസിക്ക് പറയുവാനായിട്ട് സാധിക്കണം. നാളെ മുതലുള്ളതായിട്ടുള്ള ദിവസങ്ങളാണ് വിശുദ്ധ നോമ്പിലേക്ക് നാം പ്രവേശിക്കുന്നതിന്റെ ആരംഭവും. വിശുദ്ധ സഭ അനുഷ്ഠാനങ്ങളിലൂടെ നൂറ്റാണ്ടുകളായി കാത്തു സൂക്ഷിച്ച കൊണ്ടു നടന്ന പഠിപ്പിച്ച നമ്മളൊക്കെയും നിർവഹിച്ചുകൊണ്ടിരുന്ന പല വസ്തുതകളും ഇന്ന് സഭയിൽ ഇല്ലാതെ പോയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്നത് യഥാർത്ഥത്തിൽ നോമ്പ് സാധാരണ പള്ളിയിൽ വിളിച്ചു പറയും, അതിനുശേഷം നാം നോമ്പിലേക്ക് പോകും. ഞാൻ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ നോമ്പിൽ ഏതൊക്കെ സാധനങ്ങൾ കഴിക്കാമെന്നുള്ളതാണ്. അതിന് നാം എടുത്തുകൊണ്ട് വരുന്നതായിട്ടുള്ള ചില ശകലങ്ങൾ ഇത്രയും കാലം നാം കേട്ടിട്ടും ഒരു കൽപ്പന പോലും ഓർത്തിരിക്കാത്ത മലങ്കരയുടെ മക്കൾ ഏതാണ്ട് കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് ഓർത്തിരിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ഔവേൽ ബാബ പുറപ്പെടുവിച്ച മീൻ കഴിക്കാമെന്നുള്ള കൽപ്പന നമ്മുടെ മലയാളികളുടെ മലങ്കരയുടെ മക്കളുടെ മനസ്സിൽ നിന്ന് ഇതുവരെയും മാഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് മീൻ കഴിക്കാം, എന്ത് കഴിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് വിശുദ്ധ നോമ്പിനെ കുറിച്ച് നാം ചിന്തിക്കുന്നത്. എന്നാൽ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ദൈവതമ്പുരാൻ ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ ഒരേ ഒരു ആയുധം മാത്രമേ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയിട്ടുള്ളൂ. എന്തിനാണ് ദൈവതമ്പുരാൻ താൻ പാടുപെട്ട് സർവ ഉന്നതികളിൽ നിന്നും സർവ വിഭൂഷണങ്ങളിൽ നിന്നും അവനതെല്ലാം വെറുമയാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ മനുഷ്യനായി വന്ന് ചേർന്നത്? മനുഷ്യനെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതായ പറുദീസയുടെ അനുഭവം, അവിടെ അവനെ ലഭിക്കുവാൻ തുടങ്ങിയിരുന്നതായിട്ടുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം, ഇവ രണ്ടും മനുഷ്യൻ പാപം കൊണ്ട് നഷ്ടപ്പെടുത്തിയപ്പോൾ അവനെ നശിപ്പിച്ചിട്ട് മറ്റൊരു ലോകത്തിലേക്കാണ് അവൻ കടന്നു പോകുന്നത്. ആ ലോകത്തിൽ നിന്ന് താൻ ഉണ്ടാക്കിയ തന്റെ മക്കളെ വീണ്ടെടുക്കുവാനൊക്കെ കടന്നു വന്നിട്ടുള്ള ദൈവം ആഗ്രഹിക്കുന്നത് ഒരേ ഒരു വസ്തുത മാത്രമാണ്. ഈ ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യനെ ആകർഷിച്ചതും മനുഷ്യനെ നാശത്തിലേക്ക് നയിച്ചതും ഒരു വസ്തുതയാണ്. അത് പിശാചാണ്. ആ പിശാചുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ നിന്ന്, ബന്ധത്തിൽ നിന്ന് അറുത്ത് മുറിച്ച് ആ ബന്ധനങ്ങളിൽ നിന്ന് വിമോചിതമായ അവസ്ഥയിൽ ദൈവത്തോട് ചേർന്ന് വീണ്ടും പറുദീസയിലേക്ക് കടക്കുവാനും ജീവവൃക്ഷത്തിന്റെ ഫലം അനുഭവിക്കുവാനും മനുഷ്യന് കഴിയണം എന്ന് ദൈവം ആഗ്രഹിക്കും. എന്നാൽ എങ്ങനെ മനുഷ്യന് ഈ ലോകത്തിൽ അന്ധകാലത്തിന്റെ പ്രഭു വാഴുന്നതെന്ന് കർത്താവ് പോലും എന്നോടും നിങ്ങളോടും പറഞ്ഞിട്ടുള്ള പ്രകാരം ഈ ലോകത്തിൽ പിശാച് ഭരിക്കുന്നതായിട്ടുള്ള ഒരു വലിയ പ്ലാനറ്റിലാണ് നമ്മൾ വസിക്കുന്നത് എന്ന ബോധ്യമുണ്ട് എങ്കിൽ കർത്താവ് തമ്പുരാൻ ഈ ലോകത്തിൽ എഴുന്നള്ളിയപ്പോൾ എനിക്കും നിങ്ങൾക്കുമായി തന്ന ഒരേ ഒരു ആയുധം അത് നോമ്പും ഉപവാസവും മാത്രമാണ്. ഈ ആയുധം കയ്യിലേന്തിയെങ്കിൽ മാത്രമേ മനുഷ്യനെ പിശാചിനോട് എതിർത്ത് നിൽക്കുവാനായിട്ട് കഴിയുള്ളൂ. എന്താണ് നോമ്പ് എന്ന് പറയുന്നത്? സർവായുധ വർഗം ധരിച്ചുകൊണ്ട് വിശുദ്ധ നോമ്പിലൂടെ ദൈവം തന്നിട്ടുള്ള ആയുധവുമായി പിശാചിനോട് എതിരിട്ട് അവനെ ജയിക്കുക, ലോകമോഹങ്ങളിൽ നിന്ന് വ്യതിരിക്തമായ ഒരു ജീവിതം നയിക്കുവാനൊക്കെയാണ് വിശപ്പിലേക്ക് അവൻ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് അവൻ നോമ്പിൽ വർജ്യ വസ്തുക്കളൊക്കെയും അവനെ ഉപേക്ഷിക്കുന്നു. വർജ്യമായിട്ടുള്ള വസ്തുക്കൾ ഉപേക്ഷിക്കുന്നത് വഴി അവൻ ശരീരത്തെ തന്നെ ദണ്ഡിപ്പിക്കുകയും ആത്മാവിലും ശക്തി പ്രാപിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അങ്ങനെയുള്ളവർക്കുള്ളതാണ് സ്വർഗരാജ്യം. ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ശാരീരികമായിട്ടുള്ള സകല വിധമായിട്ടുള്ള ആഡംബരങ്ങളിൽ നിന്ന് മനുഷ്യൻ ഒഴിഞ്ഞു നിൽക്കണം. ആത്മാവിലെ ദാരിദ്ര്യം അവനെ സമ്പന്നനാക്കുവാൻ പോകണം. കർത്താവ് തമ്പുരാൻ നമ്മുടെ ഉള്ളിലേക്ക് അനുഭവങ്ങളെ നിറപടിയായിട്ട് അയച്ചു തരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ആയുധം നമ്മുടെ കയ്യിലുണ്ട്. പള്ളികളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്, മലങ്കര സഭയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്, ദേവലോക മലങ്കരയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത്തരം ആയുധങ്ങൾക്ക് മൂർച്ച കെട്ടുപോകുന്നൊരവസരം ഉപയോഗിക്കാതിരിക്കുന്നു. പല കാലങ്ങളിലായി ഞാൻ നിങ്ങൾ ഉപയോഗിക്കാത്തൊരു വസ്തുത ഇന്ന് തുരുമ്പെടുത്തുകൊണ്ടിരിക്കുന്നതും ദൈവം നമുക്ക് കരിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള ഈ ആയുധമാണ്. ഇത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ എന്നും എപ്പോഴും എവിടെ വെച്ചും പിശാചുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ നിന്ന് അവനെ വ്യതിരിക്തമായി സഞ്ചരിക്കുവാനൊക്കെ കഴിയും. എനിക്ക് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു വിമോചനം പിശാചിൽ നിന്ന്, വൈചാരികമായ ശക്തികളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്ന് ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ആയുധം നാം എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യണം. പിതാക്കന്മാര് ചേർന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള ഈ അനുഭവത്തിലൂടെ ദൈവം തമ്പുരാൻ കാനാവിലെ കല്യാണത്തിന് ഒരുക്കി വെച്ച സമൃദ്ധിയുടെ
ആ വലിയ അനുഭവം എന്റെയും നിങ്ങളുടെയും മുൻപിൽ കൺമുൻപിൽ അവൻ തുറന്നു വച്ചിരിക്കുക. നാളെ ദൈവമായിട്ട് ചേർന്നിരിക്കുന്ന അനുഭവത്തിൽ നിന്റെ വീട്ടിൽ എന്തെങ്കിലും കുറവുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാനൊക്കെ വേണം ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ന് ദൈവം നമ്മെ സമാശ്വസിപ്പിക്കുന്ന വചനമാണ് ഈ കാനാവിലെ കല്യാണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇല്ലായ്മയെ കുറിച്ചല്ല മനുഷ്യൻ ചിന്തിക്കേണ്ടത്. സർവവും മതിയായവരുടെ കൂടെയുണ്ട്. അതുകൊണ്ട് അവനോട് ചേർന്നിരിക്കാനും അവനെ കേൾക്കുവാനും അവനെ പഠിക്കുവാനും അവനോട് ചേർന്നിരുന്ന് ദൈവത്തോട് ചേർന്നിരുന്ന് പിശാചിനോട് എതിർത്ത് നിൽക്കുവാനൊക്കെ വേണം. ഞാനിതാ പരിശീലനത്തിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുവാനൊക്കെ കഴിയണം. പിതാക്കന്മാരിതൊക്കെയും ക്രമീകരിച്ചിരിക്കുന്ന ഒരവസരത്തിൽ പ്രത്യേകമായി പ്രവർത്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ പല ദിവസങ്ങളിലായി ഞായറാഴ്ചകളിലായി ഞാൻ നിങ്ങൾ അനുഷ്ഠിച്ചു വരുന്ന അനുഷ്ഠാനങ്ങളിൽ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും വഴി നടത്തുകയും വിശുദ്ധ തിരുശരീരത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് വിഭജിച്ച് തരികയും ചെയ്തിട്ടുള്ള പിതാക്കന്മാരെ ഓർക്കുന്ന ഒരു ദിവസം. രണ്ടാമത് കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാ വാങ്ങിപ്പോവരെയും നാം ഓർക്കുന്നതായിട്ടുള്ള ഒരാഴ്ച. ഈ രണ്ട് ദിനങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ്. പിതാക്കന്മാരിലൂടെ നമ്മെ കടന്നുപോയിട്ടുള്ളതായിട്ടുള്ള നമ്മുടെ പൂർവ്വ പിതാക്കന്മാരോടും ചേർന്ന് നിന്ന് ഈ ദൈവമേ ഞങ്ങൾക്ക് ഈ വിശുദ്ധ നോമ്പിലേക്ക് കടക്കുവാൻ പിശാചിനോട് എതിർത്ത് നിൽക്കുവാനൊക്കെ വേണം, നിന്നോട് ചേർന്നിരിക്കുവാനൊക്കെ വേണം. ഞങ്ങൾ ധരിക്കുവാൻ പോകുന്ന ഈ നോമ്പ് ഉപവാസം എന്ന് പറയുന്നതായിട്ടുള്ള ആയുധം അതിന് ബലപ്പെടുത്തി തരണമേ എന്ന് അവരോട് പ്രാർത്ഥിക്കുന്നൊരനുഭവം. ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുവാൻ കഴിയണമെങ്കിൽ ഈ വിശുദ്ധ നോമ്പിൽ വർജ്യവസ്തുക്കളെ ഉപേക്ഷിച്ച് വിശപ്പ് അറിഞ്ഞ് സകലവിധമായിട്ടുള്ള ഇന്ദ്രിയ സുഖഭോഗങ്ങളെ ഉപേക്ഷിച്ച് 40 ദിവസക്കാലം ദൈവത്തിന്റെ പാതാരങ്ങളിൽ നമുക്ക് നിൽക്കുവാൻ കഴിയുമെങ്കിൽ അവന്റെ കാലച്ച് കേൾക്കാം, അവന്റെ നെഞ്ചിന്റെ വെടിപ്പ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ തന്റെ പരിശുദ്ധമായ എന്റെയും നിങ്ങളുടെ ഉള്ളിൽ അയച്ചു തരും. തേജോമയനായിട്ടുള്ള ദൈവത്തിന്റെ സ്വരൂപം ദർശിക്കുവാനൊക്കെ നമ്മുടെ അകക്കണ്ണുകൾ ഉള്ളത്. ഈ വലിയ സത്യം മനസ്സിലാക്കി പരിശുദ്ധമായിട്ടുള്ള നോമ്പിലൂടെ നാം കടന്നു പോകുക, നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ജനതയായിട്ട് വീണ്ടും മാറ്റി തീർക്കുവാനൊക്കെ